നമ്മൾ ഇന്ന് +2 കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിന്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ്, വോളിയം, ഷേപ്പ് എല്ലാം ഉണ്ടായിരിക്കും. മാത്രമല്ല അതിന്റെ ഇന്റർമോളിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസസ് ഷോർട്ട് ആയിരിക്കും. ഇന്റർമോളിക്കുലർ ഫോഴ്സസ് സ്ട്രോങ് ആയിരിക്കും. മാത്രമല്ല അവ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ് ആയിരിക്കും. ഇനി നമുക്ക് ഈ സോളിഡിനെ രണ്ടാക്കി തിരിക്കാം. അമോർഫസ് ആയിട്ടും ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിട്ടും തിരിക്കാനായിട്ട് സാധിക്കും. ഇനി അതിന് ജനറൽ ആയിട്ട് അവ തമ്മിൽ ഡിസ്റ്റൻഷൻ നോക്കുകയാണെങ്കിൽ ഷേപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും. അതേസമയം അമോർഫസ് സോളിഡ്സിന് ഇറഗുലർ ആയിരിക്കും ഷേപ്പ്. ഇനി മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ കാണാം. അതേസമയം അമോർഫസ് സോളിഡ്സിൽ സോഫ്റ്റ് ആൻഡ് ഓവർ റേഞ്ച് ആയിരിക്കും ടെമ്പറേച്ചർ കാണാൻ പറ്റുക. ഇനി ക്ലീവേജ് പ്രോപ്പർട്ടി, നമ്മളിത് കട്ട് ചെയ്യാണ്, ഒരു ഷാർപ്പ് ആയിട്ടുള്ള ടൂൾ വെച്ച് നമ്മൾ കട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്മൂത്ത് ആയിരിക്കും അതിന്റെ സർഫസ് നമുക്ക് കട്ട് ചെയ്യാൻ ശേഷം കിട്ടുക. ബട്ട് അമോർഫസ് സോളിഡ്സിൽ അങ്ങനെ ആയിരിക്കില്ല, അതൊരു ഇറഗുലർ ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടാനായിട്ട് സാധിക്കും. ഇനി ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഡെഫിനറ്റ് ഹീറ്റ് ഉണ്ടായിരിക്കും. അതേസമയം അമോർഫസിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഇനി ഐസോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് ഐസോട്രോപ്പിക് ആണ് നേച്ചർ. അമോർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോട്രോപ്പിക് ആണ്. ഇനി നമുക്ക് തോന്നാം എന്താണ് ഐസോട്രോപ്പി, എന്താണ് ഐസോട്രോപ്പി? ഐസോട്രോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേ ക്യാരക്ടർ കാണിക്കുകയാണെങ്കിൽ അതിനെ ഐസോട്രോപ്പിക് എന്ന് പറയാം. അമോർഫസ് സോളിഡ്സ് ആ ഒരു ഗണത്തിലാണ് പെടുന്നത്. അതേസമയം അനൈസോട്രോപ്പിക് എന്ന് വെച്ചാൽ ഡിഫറെന്റ് പ്ലേസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുക, അതാണ് അനൈസോട്രോപ്പിക്. ഇനി നേച്ചർ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ സോളിഡ്സ് ആണ്. അതേസമയം അമോർഫസ് സോളിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയാം. ഇനി നമുക്ക് തോന്നാം എന്താണ് ഈ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് അല്ലെങ്കിൽ സ്യൂഡോ ലിക്വിഡ് സോളിഡ്സ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ഒറിജിനൽ ആയിട്ട് ഒരു സോളിഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ ബിൽഡിങ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ താഴത്തെ ഭാഗത്ത് ചില്ല് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അതിന് കാരണം ഇത് ലിക്വിഡ് പോലെ ഒഴുകി വരാനുള്ളൊരു സാധ്യത, ടെൻഡൻസി ടു ഫ്ലോ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിക്കുന്ന ആ ഒരു ലിക്വിഡ്സിന് നമ്മൾ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് അല്ലെങ്കിൽ സ്യൂഡോ സോളിഡ്സ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ലോങ് റേഞ്ച് ഓർഡർ ആണ് കാണിക്കുക. അമോർഫസ് സോളിഡ്സിൽ ഓൺലി ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ് നമുക്ക് കാണുന്നത്. ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് NaCl, ക്വാർട്സ്, ഡയമണ്ട് ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും. അമോർഫസ് സോളിഡ്സിന് ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ അതൊക്കെ അതിന്റെ എക്സാമ്പിൾ വരും. ഇപ്പോൾ ഇവിടെ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ ഇത് ക്വാർട്സ്, ഇതിന് നല്ലൊരു അറേഞ്ച്ഡ് റെഗുലർ അറേഞ്ച്മെന്റ് ഉണ്ട്. സോ ഇത് ക്രിസ്റ്റലൈൻ ആണ്. ഇവിടെ ഇറഗുലർ ആണ്. സോ ഇതൊരു അമോർഫസ് ആണ്. ഇനി മറ്റൊരു തരത്തിൽ ഇതിനെ നമുക്ക് തിരിച്ചിരിക്കുന്നത് അതിന്റെ ഘടന നോക്കിയിട്ടാണ്. അപ്പോൾ ഇതിനെ നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് സോളിഡ്, മോളിക്കുലർ സോളിഡ്സ് ഉണ്ട്, അയോണിക് ഉണ്ട്, മെറ്റാലിക് ഉണ്ട്, കോവാലന്റ് ഉണ്ട്. അതിൽ മോളിക്കുലർ സോളിഡ്സിൽ 3 തരം പറയാം: നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് വരിക. ഇവിടെ വരുന്ന ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ്, ഡൈപോൾ ഇന്ററാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ആർഗൺ, CCl4, ഹൈഡ്രജൻ, അയഡിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ് ആൻഡ് സൾഫർ ഡൈ ഓക്സൈഡ് നമുക്ക് എടുക്കാം. ഫിസിക്കൽ നേച്ചർ സോഫ്റ്റ് ആണ്. ഹൈഡ്രജൻ ബോണ്ട് വരുന്നിടത്ത് മാത്രം ഹാർഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഇലക്ട്രിക്കലി ഇൻസുലേറ്റേഴ്സ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് വെരി ലോ ആണ്. അടുത്ത അയോണിക് സോളിഡ്സ് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അതിൽ അയോൺസ് വരും. കുളോമിക് ഫോഴ്സ് ആണ് വരുന്നത്. NaCl, MgO ഒക്കെ അതിന്റെ എക്സാമ്പിൾ. ഹാർഡ് ആയിരിക്കും, ബ്രിറ്റിൽ ആയിരിക്കാം, ഇൻസുലേറ്റർ ആണ് സോളിഡ് സ്റ്റേറ്റിൽ. ബട്ട് നമ്മൾ മോട്ടർ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിൽ അത് കൺസിസ്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. മെൽറ്റിംഗ് പോയിന്റ് വളരെ ഹൈ ആയിരിക്കും. ഇനി അടുത്തത് മെറ്റാലിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അയൺസ് ആയിരിക്കും ഇതിന് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ബോണ്ടിങ് മെറ്റാലിക് ബോണ്ടിങ് ആയിരിക്കും. അയൺ, കോപ്പർ, Ag, Mg ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് വരുന്നു. ഇവിടെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹാർഡ് ബട്ട് മാരിയബിളും ടച്ചിൽ ആയിട്ട് കാണാം. ഇതിന്റെ പ്രത്യേകം മെറ്റാലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മെറ്റൽസ് എന്ന് വെച്ചാൽ കണ്ടക്ടേഴ്സ് ആണ്. അതുപോലെ ഇവിടെ കണ്ടക്ടേഴ്സ് ആയിട്ട് അത് സോളിഡ് സ്റ്റേറ്റും പ്രവർത്തിക്കുന്നു. മെൽറ്റിംഗ് പോയിന്റ് ഫെയർലി ഹൈ ആണ്. അടുത്തത് 4ാം സെക്ഷൻ കോവാലന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക്. ഇതിൽ ആറ്റംസ് ആണ് അവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. കോവാലന്റിൽ നമുക്കറിയാം കോവാലന്റ് ഘടനയും കോവാലന്റ് ബോണ്ട് തന്നെയാണ് ഇവിടെ ബോണ്ടിങ്ങിൽ വരുന്നത്. ഇനി സിലിക്കൺ ഡയോക്സൈഡ്, സിലിക്കൺ കാർബണേറ്റ്, കാർബൺ ഗ്രാഫൈറ്റ്, ഡയമണ്ട് 2 സെക്ഷൻ വരുന്നുണ്ട്. ഫിസിക്കൽ നേച്ചർ ഗ്രാഫൈറ്റിന് ആണെങ്കിൽ സോഫ്റ്റ്, ബാക്കിയെല്ലാം അതിന് ഹാർഡ് വരുന്നത്. ബാക്കിയെല്ലാം ഇൻസുലേറ്റർ ആയിട്ടും ഗ്രാഫൈറ്റ് മാത്രം കണ്ടക്ടർ ആയിട്ടും പ്രവർത്തിക്കുന്നു. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ ഹൈ ആണ്. ഇനി നമ്മൾ യൂണിറ്റ് സെൽസ് തിരിക്കാൻ പോവാണ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും സെന്റർ യൂണിറ്റ് സെല്ലും. പ്രിമിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണർ പൊസിഷൻസിന് മാത്രം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് വരികയാണെങ്കിൽ പ്രിമിറ്റീവ്. സെന്റേർഡ് നമുക്ക് വേണമെങ്കിൽ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ, ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ, മറ്റൊന്നുണ്ട് ഹെഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ ഉണ്ട്. ഇനി ബോഡി സെന്റേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ സെന്ററിലായിരിക്കും, സെന്ററിലും നമുക്ക് പാർട്ടിക്കിൾസിനെ കാണാൻ സാധിക്കും. ഫേസ് സെന്ററിൽ ഫേസിലും നമുക്ക് പാർട്ടിക്കിൾസിനെ കാണാം. എൻഡ് സെന്റേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റർ ഓഫ് എനി ടു ഓപ്പോസിറ്റ് ഫേസസ് ഡിസൈഡ് 1 present in its corners. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസിനെ കാണാൻ സാധിക്കും: ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോമിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, മോണോക്ലിൻ, ട്രൈക്ലിനിക്.
ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രിമിറ്റീവിൽ വരികയാണെങ്കിൽ നമുക്കറിയാം ഒരു കോർണർ, അപ്പോൾ ഇവിടെ ഇതിന് ചുറ്റും വരുമ്പോൾ ഈ ഒരു കോർണറിൽ 1/8 ഓഫ് ആൻ ആറ്റം മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ 8 കോർണേഴ്സ് ഉണ്ടായിരിക്കും ഈ ക്യൂബിൽ. സോ 1/8 ഇൻറ്റു 8 കോർണേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരെണ്ണമായിരിക്കും ഒരു സാധാരണ ഒരു ക്യൂബിക് യൂണിറ്റ് സെൽ ഉണ്ടായിരിക്കാം. ഈ സെയിം ബോഡി സെൻറ്റർ എന്ന് പറയുമ്പോൾ ബോഡിയുടെ സെൻറ്ററിൽ വരണം. സോ 1 ഓൾറെഡി ഉണ്ട്, പ്ലസ് 1 വരുമ്പോൾ 2 ആറ്റംസ് വരും. അടുത്ത ഫേസ് സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസസിലൊക്കെ ഉണ്ട്. ഒരു ഫേസിൽ ഹാഫ് ആയിട്ട് വരും, രണ്ടെണ്ണം തമ്മിൽ വരുമ്പോൾ ഹാഫ് വരും ഒരു ഫേസിൽ. സോ അത് വരുമ്പോൾ അങ്ങനെ 6 ഫേസസ് ഉണ്ടായിരിക്കും. അപ്പോൾ 1/2 ഇൻറ്റു 6 3 വരും. അങ്ങനെ 4 ആറ്റംസ് വരും. അതാണ് ഫേസ് സെൻറ്റർ ക്യൂബിക് സെൽ വരുന്നത്.